നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. തൃക്കാക്കരയിൽ ഡോക്ടർ ജോ ജോസഫ് ഇടത് സ്ഥാനാർത്ഥിയാകും. ലിസി ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റാണ് ഡോക്ടർ ജോ ജോസഫ്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഇ പി ജയരാജൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തൃക്കാക്കര നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയായി ഡോക്ടർ ജോ ജോസഫ് ഇവിടെ ലിസി ഹോസ്പിറ്റലിലെ ഹൃദയശാസ്ത്ര രംഗത്ത് അതിവിദഗ്ധനാണ്. ഒട്ടനവധി ഹൃദയ ശാസ്ത്രക്രിയകൾ നടത്തിയും ഹൃദയം മാറ്റിവെച്ചുള്ള പ്രവർത്തനങ്ങളിൽ വലിയ അംഗീകാരവും ബഹുമതിയും നേടിയിട്ടുള്ള ഒരു ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടറാണ് ഡോക്ടർ ജോ ജോസഫ്. നല്ലൊരു ചെറുപ്പക്കാരൻ, 43 വയസ്സ് മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രായമുള്ളൂ. പക്ഷേ ഒരുപാട് കൃത്യങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്ത് നടത്തിയിട്ടുള്ള ആളാണ്. എഴുത്തുകാരനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് ജനങ്ങളുടെ ആകെ അംഗീകാരവും പുരസ്കാരവും നേടിയിട്ടുള്ള ഒരു ഡോക്ടറാണ്. വൈദ്യശാസ്ത്ര രംഗത്തെ ഏറ്റവും അംഗീകാരമുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം തൃക്കാക്കര മണ്ഡലത്തിലാണ്, വാഴക്കാലിയിലാണ് അദ്ദേഹത്തിൻ്റെ താമസം. അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങൾ പ്രിയപ്പെട്ട ഡോക്ടറാണ്. ഏറ്റവും രാജ്യത്തിന് വേണ്ടി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ, നാടിൻ്റെ സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡോക്ടർ. തൃക്കാക്കര മണ്ഡലത്തിലെ ജനങ്ങൾക്കൊരു മഹാഭാഗ്യമായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം. അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന കാര്യം, അദ്ദേഹമാണ് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന കാര്യം നിങ്ങളെയെല്ലാം അറിയിക്കുകയാണ്. തൃക്കാക്കരയിൽ ഇടത് സ്ഥാനാർത്ഥിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമെന്ന് ഡോക്ടർ ജോ ജോസഫ്. 100% വിജയപ്രതീക്ഷയുണ്ട്. ചെറുപ്പം മുതൽ CPM-മായി അടുത്ത ബന്ധമാണുള്ളത്. സ്ഥാനാർത്ഥിത്വത്തിൽ സമുദായ സംഘടനകളുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും ജോ ജോസഫ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാകാൻ കിട്ടിയ ഭാഗ്യം ഏറ്റവും വലിയ പ്രിവിലേജും അതുപോലെ തന്നെ ഒരു ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാരിന് കേരളത്തിൽ തുടർഭരണം ഉണ്ടാകുന്നത്. അത് ഒറ്റ കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം വികസനവും അതുപോലെ കരുതലും ആദ്യത്തെ പിണറായി സർക്കാർ വക നൽകി. ആ ജനങ്ങൾ ആ വാഗ്ദാനം വിശ്വസിച്ചുകൊണ്ട് ഒരു വികസന തുടർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിന് ഒരു തരംഗം ഉണ്ടാകാൻ സാധിച്ചത്. ആ തരംഗത്തിനോടൊപ്പം ഈ തൃക്കാക്കരയ്ക്ക് കൂടാൻ സാധിച്ചില്ല എന്ന വിഷമം ഞങ്ങളെപ്പോലുള്ള ഓരോ തൃക്കാക്കരക്കാർക്കും ഉണ്ടായിരുന്നു. ആ തരംഗത്തോടൊപ്പമാകാനായിട്ട് കിട്ടിയ ഏറ്റവും വലിയ അവസരമായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നു. ഒരു ഹൃദയരോഗ വിദഗ്ധനായ ഞാൻ എന്നും ഹൃദയപക്ഷത്തായിരുന്നു. ഇടതുപക്ഷമാണ് ഹൃദയപക്ഷം. കാരണം മനുഷ്യൻ്റെ വേദനകൾക്ക്, ശാരീരികവും മാനസികവുമായിട്ട് ഏത് വേദനകൾക്കും നമുക്ക് ആശ്വാസം കിട്ടുന്ന എല്ലാ നടപടികളും സ്വീകരിക്കുന്ന ഒരു പക്ഷമാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് തൃക്കാക്കരയിൽ വരാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയും. മുത്തുപോലത്തെ സ്ഥാനാർത്ഥിയാണ് ജോ ജോസഫ് എന്ന LDF കൺവീനർ ഇ പി ജയരാജൻ. തൃക്കാക്കര മണ്ഡലത്തിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം പേരുകേട്ട വ്യക്തിയാണ്. വൻ ഭൂരിപക്ഷമുണ്ടാകും. മുഖ്യമന്ത്രി തൃക്കാക്കരയിൽ പ്രചാരണത്തിനെത്തുമെന്നും ഇ പി ജയരാജൻ. ജോ ജോസഫിന്റെ പേര് മാത്രമാണ് സ്ഥാനാർത്ഥിയായി ചർച്ചയായതെന്ന് മന്ത്രി പി രാജീവ്. മാധ്യമ വാർത്തകളെ വിശ്വസിച്ച പ്രവർത്തകരാണ് ചുവരെഴുത്ത് നടത്തിയത്. അതിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും പി രാജീവ്. ആരെതിരാളിയായാലും വിജയം ഉറപ്പെന്ന് ഉമാ തോമസ്. തൃക്കാക്കരയിലെ വോട്ടർമാർ UDF-ന് വോട്ട് ചെയ്യുമെന്നും ഉമാ തോമസ്. ആര് തന്നെ ആവട്ടെ, നമ്മളുടെ പാതയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം എന്നുള്ള വിശ്വാസമാണ്. ആര് തന്നെ ആയാലും അത് വിരോധമില്ല. ഉണ്ടാവണമല്ലോ, അങ്ങനെ എതിരാളികൾ ഉണ്ടാവണം. പക്ഷേ തൃക്കാക്കരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ, PT സ്നേഹിച്ച വോട്ടർമാർ അതിന് ശരിയായ വിധം വിധി എഴുതും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൊച്ചി വിമാനത്താവളത്തിനെതിരെ നിന്നവരാണ് ഇപ്പോൾ വികസനത്തെക്കുറിച്ച് പറയുന്നതെന്ന് VD സതീശൻ. കലൂർ സ്റ്റേഡിയം, ഗെയിൽ, മെട്രോ റെയിൽ എല്ലാത്തിനും എതിരെ നിന്നവരാണ് CPM. വികസനവാദികളും വികസന വിരുദ്ധരും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നതെന്നും സതീശൻ. CPM-നെ വികസന ചർച്ചയ്ക്ക് വെല്ലുവിളിച്ച കെ സുധാകരൻ. വികസനത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ചയ്ക്ക് CPM-ന് നട്ടലുണ്ടോയെന്ന് കെ സുധാകരൻ. തൃക്കാക്കരയിൽ കഴിഞ്ഞ
കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷം UDF നേടുമെന്ന KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ഇടതുമുന്നണിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് അമർഷമുണ്ട്. പാർട്ടിക്കകത്ത് ആഭ്യന്തര കലാപമുണ്ടെന്നും പൊട്ടിത്തെറി UDFന് അനുകൂലമാകുമെന്നും സുധാകരൻ. KV തോമസ് ഇടതുമുന്നണിയിലേക്ക് വരുമോ എന്നത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടതെന്ന് മന്ത്രി രാജീവ്. വികസനത്തെ പിന്തുണയ്ക്കുന്ന ആർക്കും ഇടതുവേദിയിലേക്ക് വരാമെന്നും പി രാജീവ്. KV തോമസ് LDFനായി പ്രചാരണത്തിനിറങ്ങുമെന്ന് PC ചാക്കോ. ഹൃദയപക്ഷത്തേക്ക് സ്വാഗതമെന്ന് ചാക്കോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. തോമസ് മാഷ് രംഗത്തിറങ്ങുന്നതോടെ LDFന് മേൽക്കൈ ലഭിക്കുമെന്ന് ഉറപ്പാണെന്നും ചാക്കോ. തൃക്കാക്കരയിൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് സ്ഥാനാർത്ഥിക്കായി ചുമരെഴുതിയതിനെക്കുറിച്ച് CPM പരിശോധിക്കും. LDF നയത്തിന് വിരുദ്ധമാണ് നടപടിയെന്നാണ് CPM വിലയിരുത്തൽ. ചുമരെഴുത്തിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. തൃക്കാക്കരയിൽ 2020 AAP സംയുക്ത സ്ഥാനാർത്ഥിയെന്ന് സാബു M. ജേക്കബ് ന്യൂസ് 18നോട്. ആം ആദ്മിക്കൊപ്പം പ്രവർത്തിക്കുമെന്നും സാബു. KSRTC യൂണിയൻ നേതാക്കളുമായി ഗതാഗത മന്ത്രി ആന്റണി രാജു നടത്തിയ ചർച്ച പരാജയം. ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്കുമെന്ന TDFും BMSും. 10-ാം തീയതിക്കുള്ളിൽ ശമ്പളം നൽകാമെന്ന് യൂണിയനുകളെ അറിയിച്ചെന്ന മന്ത്രി ആന്റണി രാജു. പണിമുടക്ക് KSRTCയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നും മന്ത്രി. 10-ാം തീയതി ശമ്പളം നൽകാമെന്ന് മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചതിനാൽ സമരത്തിനില്ലെന്ന് CITU. മഞ്ജു വാര്യരെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരൻ അറസ്റ്റിൽ. അറസ്റ്റ് രേഖപ്പെടുത്തിയത് പാറശാല സ്റ്റേഷനിലെത്തിച്ച് സനലിനെ ഇളമക്കര പോലീസിന് കൈമാറി. ക്ഷേത്രത്തിന്റെ അടുത്ത് വന്നിട്ട് കുറച്ചുപേർ ഒരു ഇന്നോവയിൽ വന്നിട്ട് പോലീസുകാരാണ് പറഞ്ഞ് പിടിച്ചോണ്ട് പോവാണ്. ഞാനും എന്റെ അനിയത്തിയും ഇവിടെ ഒരാൾ നിൽക്കുന്നു. ഇവിടെ ആളുകളിട്ട് എന്നെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളുടെ പേരെന്താ മാഷി? നിങ്ങളുടെ പേരെന്താ? കൈമാറ്റി. നിങ്ങളുടെ പേരെന്താ? ഇതാ കണ്ടോ, എന്നെ എന്റെ മൊബൈൽ പിടിച്ച് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മലപ്പുറം പെരിന്തൽമണ്ണയിലെ നെല്ലിക്കുന്നിൽ ഭാര്യയെയും മകളെയും ഗുഡ്സ് ഓട്ടോറിക്ഷയിലിരുത്തി തീ കൊളുത്തിക്കൊന്നു. ഭർത്താവ് കിണറ്റിൽ ചാടി മരിച്ചു. കരുവാരക്കുണ്ട് തൂവൂർ സ്വദേശി മുഹമ്മദാണ് ഭാര്യയെയും മകളെയും കൊന്ന ശേഷം മരിച്ചത്. ഭാര്യ ജാസ്മിൻ, മകൾ ഫാത്തിമത്ത് സഫ എന്നിവരാണ് പൊള്ളലേറ്റ് ദാരുണമായി കൊല്ലപ്പെട്ടത്. തീ കത്തുന്ന വാഹനത്തിൽ നിന്ന് ഒരു കുട്ടി മാത്രം രക്ഷപ്പെട്ടു. ജാസ്മിന്റെ മകൾ 5 വയസ്സുകാരി ഷിഫാനയാണ് ഗുരുതര പരിക്കുകളോടെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. 50% പൊള്ളലേറ്റ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. 1 മാസമായി ജാസ്മിൻ സ്വന്തം വീട്ടിലായിരുന്നു. ഇന്ന് രാവിലെ മുഹമ്മദ് അവരെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ഗുഡ്സ് ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുവരികയായിരുന്നു. വീടിനടുത്ത് വെച്ചാണ് തീ കൊളുത്തിയത്. മുൻപും ഇവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പഞ്ചായത്ത് അംഗം സുനീറ. കുടുംബ പ്രശ്നങ്ങളാണ് പെരിന്തൽമണ്ണ സംഭവത്തിന് പിന്നിലെന്ന് പോലീസ്. സംഭവം ആസൂത്രിതം. സ്ഫോടക വസ്തുക്കൾ നിറച്ച ശേഷം വാഹനം പൂട്ടി കത്തിക്കുകയായിരുന്നു എന്നാണ് കരുതുന്നതെന്ന് പെരിന്തൽമണ്ണ DYSP സന്തോഷ് കുമാർ. കൺമുന്നിൽ 2 പേർ കത്തിയെരിഞ്ഞത് കണ്ടതിന്റെ ആഘാതത്തിൽ പ്രദേശവാസികൾ കത്തിയെരിയുന്ന വണ്ടിയിൽ നിന്നും ഒരാൾ കിണറ്റിലേക്ക് എടുത്തു ചാടുന്നതും കണ്ടു. തീ കെടുത്താൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല എന്നും പ്രദേശവാസികൾ. വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന കേസിൽ PC ജോർജിന്റെ ജാമ്യം റദ്ദാക്കാൻ കോടതിയെ സമീപിച്ച് പോലീസ്. നിയമോപദേശം തേടിയ ശേഷമാണ് പോലീസ് നടപടി. തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. ഫോർട്ട് പോലീസാണ് അപേക്ഷ നൽകിയത്. അപ്പീൽ 7-ന് പരിഗണിക്കും. പാലക്കാട്ടെ RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലക്കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ഭാര്യ അർഷിക നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാന പോലീസിന് അന്വേഷണം തുടരാമെന്ന് കോടതി. CBI അന്വേഷണം തള്ളിയതിനെതിരെ അപ്പീൽ പോകുമെന്ന് സഞ്ജിത്തിന്റെ അമ്മ സുനിത. കേസിൽ യഥാർത്ഥ പ്രതികളല്ല പിടിയിലായത്. അവരെ പിടിക്കും വരെ മുന്നോട്ടു പോകും. നീതി കിട്ടും വരെ പോരാടുമെന്നും സഞ്ജിത്തിന്റെ അമ്മ. പാലക്കാട് RSS നേതാവ് ശ്രീനിവാസനെ വധിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പട്ടാമ്പി സ്വദേശി സാജിത്താണ് അറസ്റ്റിലായത്. പ്രതികളുടെ വാഹനം പൊളിച്ച ആക്രിക്കട ഉടമയാണ് സാജിദ്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 21ആയി. +2 കെമിസ്ട്രി പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ ആശങ്ക വേണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. ശരിയായ ഉത്തരം എഴുതിയ എല്ലാവർക്കും മാർക്ക് കിട്ടും. അധ്യാപകർ നോട്ടീസ് നൽകാതെ സമരം ചെയ്തത് ശരിയായില്ലെന്നും മന്ത്രി. ആലപ്പുഴ ചാരുമൂട്ടിൽ കോൺഗ്രസ് CPI സംഘർഷം. CPIയുടെ കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരു പാർട്ടികളും തമ്മിലുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ കോൺഗ്രസ് CPI പ്രവർത്തകർക്കെതിരെ പോലീസ് 4 കേസുകൾ രജിസ്റ്റർ ചെയ്തു.
RDOയുടെ നിർദ്ദേശമുണ്ടായിട്ടും കൊടിമരവും പതാകയും നീക്കം ചെയ്യാൻ തഹസിൽദാർ തയ്യാറാകാത്തതുകൊണ്ടാണ് കൊടിമരം നീക്കം ചെയ്തതെന്ന് കോൺഗ്രസ്. പോലീസ് ബോധപൂർവം CPIയുടെ ആക്രമണത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നുവെന്നും DCC പ്രസിഡന്റ് ബാബു പ്രസാദ്. കൊടിമരം തകർക്കുകയും പതാക കോൺഗ്രസ് ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതാണ് പ്രകോപനങ്ങൾക്കിടയാക്കിയതെന്ന് CPI. താൽക്കാലികമായി ആദ്യം സ്ഥാപിച്ച കൊടിമരം നശിപ്പിച്ചതാണ് വീണ്ടും കൊടിമരം സ്ഥാപിക്കാൻ ഇടയാക്കിയതെന്ന് TJ ആഞ്ചലോസ്. ചാരുമൂട്ടിൽ കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ ജില്ലയിലെ 5 പഞ്ചായത്തുകളിൽ ഹർത്താൽ. നൂറനാട്, പാലമേൽ, ചൂനക്കര, താമരക്കുളം, തഴക്കര പഞ്ചായത്തുകളിലാണ് ഹർത്താൽ. സംഘർഷത്തിൽ കോൺഗ്രസ് CPI പ്രവർത്തകർക്ക് പരിക്കേറ്റു. ജമ്മുകാശ്മീരിൽ തുരങ്കം കണ്ടെത്തിയതിൽ അന്വേഷണം ഊർജിതം. സാംബയിലെ രാജ്യാന്തര അതിർത്തിക്ക് സമീപമാണ് തുരങ്കം കണ്ടെത്തിയത്. അതിർത്തി രക്ഷാസേന നടത്തിയ പരിശോധനയിലാണ് കുറ്റിക്കാടിനുള്ളിൽ നുഴഞ്ഞുകയറ്റത്തിനായി നിർമ്മിച്ച തുരങ്കം കണ്ടെത്തിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ രാജ്യദ്രോഹ കുറ്റം നിലനിർത്തണമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഭരണഘടനാ സാധുത പരിശോധിക്കാൻ വിശാല ബെഞ്ചിലേക്ക് അയക്കേണ്ടതില്ലെന്ന് അറ്റോർണി ജനറൽ. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് മറുപടി സമർപ്പിക്കാൻ തിങ്കളാഴ്ച വരെ സമയം അനുവദിച്ചു. രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഭരണഘടനാ സാധുതയിൽ സുപ്രീം കോടതി ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കും. 3 ദിവസത്തെ വിദേശ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. ജർമ്മനിയും ഡെൻമാർക്കും ഫ്രാൻസുമാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. പാരീസിൽ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഉഷ്ണതരംഗം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. സംസ്ഥാനങ്ങളിൽ സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ പ്രധാനമന്ത്രി പരിശോധിക്കും. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം ഉടനില്ലെന്ന് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ. ബീഹാറിൽ മാറ്റം അനിവാര്യമാണ്. മാറ്റം ആഗ്രഹിക്കുന്നവർ ഒന്നിച്ചു നിൽക്കണം. അവർക്കൊപ്പം നിൽക്കുമെന്നും പ്രശാന്ത് കിഷോർ വ്യക്തമാക്കി. ഗാന്ധി ജയന്തി ദിനത്തിൽ 3000 കിലോമീറ്റർ പദയാത്ര ആരംഭിക്കുമെന്നും പ്രശാന്ത് കിഷോർ. PG, UG, BEd പരീക്ഷകൾക്ക് ചോദ്യപേപ്പറുകൾ കോളേജുകളിലേക്ക് ഇമെയിലായി നൽകാൻ ഒരുങ്ങി കണ്ണൂർ സർവകലാശാല. കോളേജിന്റെയോ പ്രിൻസിപ്പാളിന്റെയോ ഔദ്യോഗിക ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കാനാണ് പദ്ധതിയിടുന്നത്. ചോദ്യപേപ്പറുകൾ ചോരാനിടയുണ്ടെന്ന ആരോപണവുമായി അധ്യാപക സംഘടനകൾ. കണ്ണൂർ സർവകലാശാല ചോദ്യപേപ്പറുകൾ ആവർത്തിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തും. വൈസ് ചാൻസലറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം. 2-അംഗ അന്വേഷണ സമിതി സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് സിൻഡിക്കേറ്റ് യോഗത്തിൽ വെച്ചു. അന്തിമ റിപ്പോർട്ട് മെയ് 21 ചേരുന്ന പ്രത്യേക സിൻഡിക്കേറ്റിൽ വയ്ക്കും. കണ്ണൂർ DIGയെ സല്യൂട്ട് ചെയ്യാത്ത പോലീസുകാർക്കെതിരെ നടപടി. പോലീസുകാർ 7 ദിവസം ഗാർഡ് ഡ്യൂട്ടി എടുക്കണം. കുടുംബശ്രീ പ്രവർത്തകരുടെ കോർപ്പറേഷൻ മാർച്ചിനിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഇതുവഴി കടന്നുപോയ DIGയെ സല്യൂട്ട് ചെയ്തില്ലെന്ന് കാണിച്ചാണ് നടപടി. വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖകൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചതിന് പയ്യന്നൂരിൽ യുവാക്കൾക്ക് CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ മർദ്ദനം. പാലം നിർമ്മാണത്തിലെ ക്രമക്കേട് പുറത്തുകൊണ്ടുവരാൻ ശ്രമിച്ചതിനാണ് മർദ്ദനം. PV ലിജേഷ്, രതീഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാൻ തുടർ നടപടികളുമായി സർക്കാർ. സംഘടനാ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് നിയമനിർമ്മാണത്തിലേക്ക് കടക്കും. അടുത്ത മാസം വീണ്ടും സിനിമാ സംഘടനകളുടെ യോഗം വിളിക്കാൻ ആലോചന. കാസർഗോഡ് ചെറുവത്തൂരിലെ ഭക്ഷ്യവിഷബാധയിൽ ആശുപത്രികളിൽ ചികിത്സയിൽ ആയിരുന്ന 23 പേരെ ഡിസ്ചാർജ് ചെയ്തു. കൂൾബാർ ഉടമ കുഞ്ഞഹമ്മദ് സ്വമേധയാ നാട്ടിലെത്തിയില്ലെങ്കിൽ ലുക്കൌട്ട് സർക്കുലർ ഇറക്കാൻ പോലീസ്. ഹോട്ടലുകളിൽ തൊഴിലാളികൾക്ക് ആരോഗ്യ കാർഡ് നിർബന്ധമാക്കാൻ പഞ്ചായത്ത്. കോഴിക്കോട് കോതിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ജനകീയ സമരസമിതി. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സമരക്കാർക്കെതിരെ കള്ളക്കേസെടുക്കാൻ ഡെപ്യൂട്ടി മേയർ കൂട്ടുനിന്നെന്ന് പ്രതിഷേധക്കാർ. സൈലന്റ് വാലി വനമേഖലയിൽ കാണാതായ വനംവകുപ്പ് ജീവനക്കാരന് വേണ്ടി തിരച്ചിൽ തുടരുന്നു. ഇന്നലെയാണ് ഫോറസ്റ്റ് വാച്ചറായ മുക്കാലി സ്വദേശി രാജനെ കാണാതായത്. വനംവകുപ്പും പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. കൊല്ലത്ത് കിണറ്റിൽ കുടുങ്ങിയ തൊഴിലാളി മരിച്ചു. കുണ്ടറ വെള്ളിമണിൽ കിണറ്റിലകപ്പെട്ട തൊഴിലാളിയുടെ മൃതദേഹം പുറത്തെടുത്തു. എഴുകോൺ ഇരുമ്പനങ്ങാട് സ്വദേശി ബാ ഗിരീഷ് കുമാറാണ്
അപകടത്തിൽപ്പെട്ടത്. ചെങ്ങന്നൂർ MC റോഡിൽ മുളക്കുഴ വില്ലേജ് ഓഫീസിന് സമീപം KSRTC സ്വിഫ്റ്റ് ബസും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. എരമല്ലൂർ എഴുപുന്ന സ്വദേശി ഷിനോയ്, ചേർത്തല പള്ളിപ്പുറം സ്വദേശി വിഷ്ണു എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് രാമനാട്ടുകരയിൽ 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ വഴിയരികിൽ കണ്ടെത്തി. നീലിത്തോട് പാലത്തിന് സമീപമാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. കുഞ്ഞിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രാമനാട്ടുകരയിൽ 1 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ച സംഭവത്തിൽ അമ്മ കസ്റ്റഡിയിൽ. കുഞ്ഞിന്റെ അമ്മയെ ഫറോക്ക് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. രാമനാട്ടുകര വൈദ്യരങ്ങാടി സ്വദേശിനിയാണ്. കാസർഗോഡ് മത്സ്യബന്ധനത്തിന് പോയ തോണി അപകടത്തിൽപ്പെട്ടു. തൊഴിലാളികൾ രക്ഷപ്പെട്ടു. 12-ലെ P മുഹമ്മദ് കുഞ്ഞിയുടെ അബ്ബാദ് തോണിയാണ് ശക്തമായ കാറ്റിൽപ്പെട്ടത്. തോണിക്ക് ഭാഗികമായി കേടുപാടുകളുണ്ട്. 40ഓളം തൊഴിലാളികൾ തോണിയിലുണ്ടായിരുന്നു. കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടും 16 മത്സ്യത്തൊഴിലാളികളെയും കാണാതായിട്ട് ഇന്നേക്ക് 1 വർഷം. 12 തമിഴ്നാട് സ്വദേശികളും 4 ബംഗാൾ സ്വദേശികളുമായിരുന്നു ഉണ്ടായിരുന്നത്. അജ്മീർ ഷാ എന്ന ബോട്ടാണ് ചുഴലിക്കാറ്റിനെ തുടർന്ന് കാണാതായത്. കാസർഗോഡ് അനധികൃത വിൽപ്പനയ്ക്കായി എത്തിച്ച 68 കുപ്പി വിദേശ മദ്യം പിടിച്ചെടുത്തു. ചിറ്റാരിക്കൽ സ്വദേശികളായ ജോസഫ്, സാൻഡി എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ കയ്യിൽ നിന്നും 22,000 രൂപയും പിടിച്ചെടുത്തു. കൊട്ടാരക്കര ഉമ്മന്നൂരിൽ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ ആളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. തേവന്നൂർ സ്വദേശി അജേഷാണ് പിടിയിലായത്. ക്ഷേത്രത്തിലെ വഞ്ചി തകർത്ത പണവുമായി തിരികെ മതിൽ ചാടുന്നതിനിടെ നാട്ടുകാർ പിടികൂടുകയായിരുന്നു. കണ്ണൂരിൽ സിൽവർ ലൈൻ സർവേ നടപടികൾ പുനരാരംഭിക്കുന്നത് വൈകും. സർവേ പുനരാരംഭിക്കുന്നതിന് തടസ്സം സാങ്കേതിക കാരണങ്ങളാണെന്ന് അധികൃതർ. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ജനകീയ പ്രതിഷേധം ഒഴിവാക്കാനാണ് നീക്കമെന്നും സൂചന. സിൽവർ ലൈനിനെതിരെ കണ്ണൂരിൽ DCC പ്രചാരണ ജാഥ സംഘടിപ്പിക്കും. DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിലാണ് ജാഥ. 12, 13 തീയതികളിലാണ് ജനകീയ പ്രക്ഷോഭ ജാഥ. CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. കൈക്കൂലി വാങ്ങിയ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പിടിയിൽ. കോട്ടയത്തെ മൈനർ ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനു ജോസ് ആണ് വിജിലൻസിന്റെ പിടിയിലായത്. കരാറുകാരിൽ നിന്നും 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. ചിങ്ങവനം പാതയിൽ പാത ഇരട്ടിപ്പിക്കൽ നടക്കുന്നതിനാൽ ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം. ബംഗളൂരുവിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ഐലൻഡ് എക്സ്പ്രസ് മെയ് 23 മുതൽ 27 വരെയും കന്യാകുമാരിയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള ട്രെയിൻ 24 മുതൽ 28 വരെയും റദ്ദാക്കിയതായി റെയിൽവേ. ഫ്രണ്ട്സ് ഓൺ റെയിൽസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രതിഷേധ സംഗമം നടത്തി. കോട്ടയം ഭാഗത്തേക്കുള്ള യാത്രക്കാർ അനുഭവിക്കുന്ന രൂക്ഷമായ ബുദ്ധിമുട്ടുകൾക്ക് ഉടൻ പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ട്രെയിനുകളിലും സ്റ്റേഷനുകളിലും നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും ആവശ്യം. മൂന്നാർ ബോഡിമെട്ട് ദേശീയപാത നിർമ്മാണം വൈകും. നിർമ്മാണ പ്രദേശത്തെ മരങ്ങൾ മുറിച്ചുമാറ്റാൻ കഴിഞ്ഞില്ല. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ കത്ത് ലഭിച്ചില്ലെന്ന വിശദീകരണം. റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്ന് ഡീൻ കുര്യാക്കോസ്. വയനാട് വേങ്ങപ്പള്ളി പുതുക്കുടിക്കുന്നിൽ ഭവനരഹിതരായ ആദിവാസികൾക്ക് വീടുകൾ ഒരുങ്ങുന്നു. 49 കുടുംബങ്ങൾക്കുള്ള വീടുകളാണ് ഒരുങ്ങുന്നത്. മികച്ച സൗകര്യങ്ങളാണ് വീടുകളിൽ ഒരുക്കുന്നത്. ഗുരുവായൂർ നഗരസഭയിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം ഈ മാസം 20-ന് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി MV ഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിക്കും. നഗരസഭയുടെ സമ്പൂർണ്ണ ശുചിത്വ പദവി പ്രഖ്യാപനവും ഇതോടൊപ്പം നടക്കും. ഗുരുവായൂർ നഗരസഭ മുൻ ചെയർമാനും CPM നേതാവുമായിരുന്ന K മണിക്ക് സ്നേഹവീട് സമ്മാനിച്ചു. പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീടും സ്ഥലവും നൽകിയത്. ബേബി ജോൺ താക്കോലും ആധാരവും കൈമാറി. SMA ബാധിച്ച ഷൊർണൂരിലെ 2 വയസ്സുകാരി ഗൗരിലക്ഷ്മിയുടെ ചികിത്സയ്ക്ക് ഇനിയും 4 കോടി രൂപ കൂടി കണ്ടെത്തണം. ഇതുവരെ സമാഹരിച്ചത് 12 കോടി ആണ്. ഗൗരിയുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നതായി പരിശോധനാ ഫലം. പണം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിൽ ബന്ധുക്കളും നാട്ടുകാരും. കരൾ മാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന മുജീബ് റഹ്മാന് വേണ്ടി നിലമ്പൂരിൽ സമാഹരിച്ചത് 1 കോടി രൂപ.
ചികിത്സാ സഹായ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിന്റെ സഹകരണത്തോടെയാണ് തുക സമാഹരിച്ചത്. പ്രഥമ സദ്ഭാവന അവാർഡ് നജീബ് കാന്തപുരം MLAക്ക് VV പ്രകാശിന്റെ സ്മരണാർത്ഥം മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചർക്ക അസറ്റ് ഫോർ ദി നേഷൻ ഏർപ്പെടുത്തിയ അവാർഡാണ്. പെരിന്തൽമണ്ണയിൽ നടക്കുന്ന ചടങ്ങിൽ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം അവാർഡ് കൈമാറും. പെരിന്തൽമണ്ണയിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളും ഇടപെടലുകളും പരിഗണിച്ചാണ് അവാർഡ്. ഏകദിന 2020 ക്രിക്കറ്റിൽ വെസ്റ്റ് ഇൻഡീസിനെ നിക്കോളാസ് പുരൻ നയിക്കും. കിറോൺ പൊള്ളാട് വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വർഷം ഓസ്ട്രേലിയയിൽ നടക്കുന്ന 2020 ലോകകപ്പിലും അടുത്ത വർഷം ഇന്ത്യയിൽ നടക്കുന്ന ഏകദിന ലോകകപ്പിലും ടീമിനെ പുരൻ നയിക്കും. കണ്ണൂർ പാനൂർ സബ് ജില്ലയിലെ പ്രൈമറി തലത്തിലെ ആദ്യ സ്കൂൾ ഹോക്കി ടീം ചെണ്ടയാട് അബ്ദുറഹ്മാൻ സ്മാരകം UP സ്കൂളിൽ ഇന്ന് തുടങ്ങും. കൂത്തുപറമ്പ് മണ്ഡലം MLA KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ഹോക്കി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ MK മധുസൂദനൻ മുഖ്യാതിഥിയാകും. ചാലക്കുടി ലയൺസ് ക്ലബ്ബും ചുങ്കത്ത് ചാരിറ്റബിൾ ഫൗണ്ടേഷനുമായി ചേർന്ന സൗജന്യ ശ്രവണ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യും. ശനിയാഴ്ച ചാലക്കുടി SN ഹാളിൽ നടക്കുന്ന പരിപാടി ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. 300 പേർക്കാണ് ശ്രവണ സഹായ ഉപകരണങ്ങൾ നൽകുകയെന്ന് സംഘാടകർ അറിയിച്ചു. 5 പേർക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് പിതാവ് പോകും. അപ്പോഴേക്കും പിന്നെ നമ്മുടെ MP ഉണ്ടാവും, MLA ഉണ്ടാവും, BP നന്ദകുമാർ ഞങ്ങളുടെ ഇന്റർനാഷണൽ ഡയറക്ടർ അദ്ദേഹം ഉണ്ടാവും. പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഒരു ചാൻസ് കൊടുക്കും. 3 ബാച്ചായിട്ട് 3 ടേബിൾ ഇട്ടിട്ട് ഇരുന്ന് 5 അളവെടുത്ത് തിരുത്തിയിട്ടാണ് അത് ചെവിയിൽ വെപ്പിച്ച് അവരോട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരാവുന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.